Hi friends, welcome back to my channel Sims Nurses Corner. As usual, നമ്മളിവിടെ കേരള PSC സ്റ്റാഫ് നഴ്സ് കോഴ്സിന്റെ എക്സാം ക്രാക്ക് പോയിന്റ്സ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യുക. നമുക്ക് പോയിന്റ്സിലേക്ക് പോകാം. ഫസ്റ്റ് പോയിന്റ്, വേൾഡ് ഫുഡ് ഡേ. വേൾഡ് ഫുഡ് ഡേ സെലിബ്രേറ്റഡ് ഓൺ 4th July. ഓക്കെ, ജൂലൈ 4th ആണ് വേൾഡ് ഫുഡ് ഡേ. ഓക്കെ, ഇതെല്ലാം ഓരോ ക്വസ്റ്റ്യൻസ് ആണ്. ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നതാണ്. ഓരോ പോയിന്റ്സും ഓരോ ക്വസ്റ്റ്യൻസ് ആണ്. PSC യിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് എടുത്ത് എഴുതിയിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, aphasia in which the understanding is intact but ability to speak is lost. Okay, understanding intact ആയിരിക്കും but ability to speak is lost. That is motor aphasia. Okay, motor aphasia. എബിലിറ്റി ടു സ്പീക്ക് ലോസ്റ്റ് ആകും, പക്ഷേ പേഷ്യന്റിന് പറയുന്നത് മനസ്സിലാകും. അതാണ് മോട്ടോർ അഫേസിയ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഓൾട്ടറേഷൻ ഓഫ് മൂഡ് ആൻഡ് അഫക്റ്റ് കൺസിസ്റ്റിംഗ് ഓഫ് സാഡ്നെസ് അപ്രോപ്രിയേറ്റ് ടു എ റിയൽ ലോസ്. അതായത് ഒരു റിയൽ ലോസിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സാഡ്നെസ് വരുന്ന ഒരു നോർമൽ മൂഡ്, അതായത് ഓൾട്ടറേഷൻ ഓഫ് മൂഡ്, അതിന് എന്താണ് പറയുന്നത്? ഗ്രീഫാണ്. ഓക്കെ, ഇത് നോർമൽ പ്രോസസ്സാണ്. ഓക്കെ, grief, that is alteration of mood and affect consisting of sadness appropriate to a real loss. Okay, next one, formation of cavities filled with the fluid inside the spinal cord. Okay, spinal cord inagathe fluid cavities undayittu fluid fill cheyna aa oru condition aanu syringomyelia. Okay, ഞാൻ picture കാണിച്ചു തരാം. Syringomyelia is the formation of cavities filled with the fluid inside the spinal cord. Okay, next one, Japanese encephalitis vaccine administered through. Japanese encephalitis vaccine IM route ആണ്. ഓക്കെ, IM route. കോസേറ്റീവ് മോസ്കിറ്റോ ഏതാണ്? ക്യൂലെക്സ് മോസ്കിറ്റോ ആണ്. ഓക്കെ, ക്യൂലെക്സ് മോസ്കിറ്റോ ആണ് കോസേറ്റീവ് ഓർഗാനിസം. ഓക്കെ, നെക്സ്റ്റ് വൺ, മോർബിഡ് ഫിയർ ഓഫ് ഓപ്പൺ പ്ലേസസ്. മോർബിഡ് ഓപ്പൺ പ്ലേസസിന്റെ മോർബിഡ് ഫിയർ ഏതാണ്? അഗോറാഫോബിയ. ഓക്കെ, അഗോറാഫോബിയ. ഓപ്പൺ പ്ലേസസ്. Closed spaces, claustrophobia. Okay, closed spaces, claustrophobia. Open spaces, agoraphobia. Okay, next one, acute or chronic condition of the skin characterized by recurrent appearance of wheals causing irritation. Wheals അറിയാമല്ലോ, ഇങ്ങനെ റൗണ്ട് എന്ന് വരുന്നത്. അങ്ങനെ റിക്കറന്റ് അപ്പിയറൻസ് ഓഫ് വീൽസ് കോസിങ് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന അക്യൂട്ട് അല്ലെങ്കിൽ ക്രോണിക് കണ്ടീഷൻ ഓഫ് സ്കിന്നിനെയാണ് അർട്ടിക്കേറിയ എന്ന് പറയുന്നത്. ഓക്കെ, അർട്ടിക്കേറിയ. ഇമേജ് കാണിച്ചാൽ മനസ്സിലാവും. അക്യൂട്ട് ഓർ ക്രോണിക് കണ്ടീഷൻ ഓഫ് ദ സ്കിൻ ക്യാരക്ടറൈസ്ഡ് ബൈ റിക്കറന്റ് അപ്പിയറൻസ് ഓഫ് വീൽസ് കോസിങ് ഇറിറ്റേഷൻ ഈസ് കോൾഡ് അർട്ടിക്കേറിയ. നെക്സ്റ്റ് വൺ, extravasation of urine into the cellular tissue due to the rupture of bladder seen in pelvic fracture. അതായത് യൂറിൻ സെൽസിൽ എക്സ്ട്രാവാസേഷൻ വന്നിട്ട് ബ്ലാഡർ റപ്ചർ കാരണം യൂറിന് എക്സ്ട്രാവാസേഷൻ ഉണ്ടാകുന്ന കണ്ടീഷന് പറയുന്ന പേരാണ് യൂറിക്കൈസിസ്. ഓക്കെ, യൂറിക്കൈസിസ്. പെൽവിക് ഫ്രാക്ചറിലൊക്കെയാണ് സാധാരണയായിട്ട് അത് കാണുന്നത്. യൂറിക്കൈസിസ് ആണ് അതിൻ്റെ word. Next one, carpal spasm when the upper arm is compressed to cause ischemia to the nerve distally. ഓക്കെ, ഇത് ഞാൻ രണ്ടൂന്ന് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. ട്രോസിസ് സൈൻ ആണ്, ട്രോസിസ് സൈൻ. അതുപോലെ തന്നെ ഒരെണ്ണമാണ് ഷോസ്റ്റക് സൈൻ. രണ്ടും ഉണ്ടാകുന്നത് ഹൈപ്പോകാൽസ്യമയുടെ സിമ്പിളാണ്. ഷോസ്റ്റക് സൈൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഫേസിൻ്റെ സൈഡിൽ ടാപ്പ് ചെയ്യുന്ന സമയത്ത് ട്വിച്ചിങ് ഉണ്ടാകുന്നത്, അത് ഹൈപ്പോകാൽസ്യമയുടെ. അതുപോലെ തന്നെ ട്രോസിസ് സൈൻ എന്താണ്? നമ്മൾ VP കഫ് എലിവേറ്റ് ചെയ്യുന്ന സമയത്ത് 2 minutes എബോവ് എലിവേറ്റ് ചെയ്തിരിക്കുമ്പോൾ കാർപ്പൽ സ്പാസം ഉണ്ടാകുന്നത്. ഇതിനെയാണ് ട്രോസിസ് സൈൻ എന്ന് പറയുന്നത്. ഓക്കെ, ഹൈപ്പോകാൽസ്യമയുടെ സിംറ്റം ആണ്. നെക്സ്റ്റ് വൺ, എ കണ്ടീഷൻ ഓഫ് പാൻക്രിയാറ്റിക് ട്യൂമർ കോസിങ് എക്സസീവ് ഔട്ട്പോറിംഗ് ഓഫ് ഗ്യാസ്ട്രിക് ജ്യൂസ്. ഗ്യാസ്ട്രിക് ജ്യൂസ് ഉണ്ടാക്കുന്ന പാൻക്രിയാറ്റിക് ട്യൂമർ ഏതാണ്? സോളിഞ്ചർ എലിസൺ സിൻഡ്രം. സോളിഞ്ചർ എലിസൺ സിൻഡ്രം മറന്നു വരുന്നത്. പാൻക്രിയാറ്റിക് ട്യൂമർ വിത്ത് എക്സസീവ് ഗ്യാസ്ട്രിക് ജ്യൂസ് സെക്രീഷൻ. ഇതാണ് സിറിഞ്ചോമൈലിയ. കണ്ടോ, സ്പൈനൽ കോഡിന്റെ ഇതിൽ ക്യാവിറ്റീസ് ഉണ്ടായിട്ട് അവിടെ ഫ്ലൂയിഡ് ഫില്ല് ചെയ്യുന്ന ഈ കണ്ടീഷനാണ് സിറിഞ്ചോമൈലിയ എന്ന് പറയുന്നത്. ഇതാണ് അർട്ടിക്കേരിയ. കണ്ടോ, വീൽസ് ഫോർമേഷൻ കണ്ടോ, ഇതിനെയാണ് അർട്ടിക്കേരിയ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, നമ്മുടെ ഹൈപ്പോകാൽസ്യമയ സിംറ്റംസ് ട്രോസിസ് സൈൻ. കണ്ടോ, കാർപ്പൽ സ്പാസം. ഇങ്ങനെ ഒരു കാർപ്പൽ സ്പാസം ഉണ്ടാവും, ഇൻവേർഡ് ബെൻഡ് ചെയ്യുന്ന ഒരു അവസ്ഥ. ദെൻ ഷോസ്റ്റക് സൈൻ, ഈ ഒരു ഭാഗത്തായിട്ട് ടാപ്പ് ചെയ്യുന്ന സമയത്ത് ട്വിച്ചിങ് ഉണ്ടാവുന്നത്. ഓക്കെ, ഇതാണ് സോളിഞ്ചർ എലിസൺ സിൻഡ്രോം. രണ്ട് കാരണങ്ങൾ കൊണ്ട് സോളിഞ്ചർ എലിസൺ സിൻഡ്രോം ഉണ്ടാകും. പെപ്റ്റിക് അൾസർ ഡിസീസും അതുപോലെ തന്നെ ട്യൂമർ ഓഫ് പാൻക്രിയാസ്. അതാണ് സോളിഞ്ചർ എലിസൺ സിൻഡ്രോം ഉണ്ടാക്കുന്നത്. ഓക്കെ, പെപ്റ്റിക് അൾസർ നമുക്കറിയാം കോസേറ്റീവ് ഓർഗാനിസം H. pylori ആണ്. ഓക്കെ, ഹെലിക്കോബാക്ടർ പൈലോറി ആണ് പെപ്റ്റിക് അൾസർ ഡിസീസ് ഉണ്ടാക്കുന്നത്. എപ്പോഴും ക്വസ്റ്റ്യൻ വരുന്നതാണ് ഹെലിക്കോബാക്ടർ പൈലോറി. ഓക്കെ, നെക്സ്റ്റ് വൺ, റാപ്പിഡ് സ്പീച്ച് ഇൻ വിച്ച് ദ വേർഡ്സ് ആർ സ്ട്രങ് ടുഗദർ വിത്തൗട്ട് മീനിങ്. ഓക്കെ, അതായത് റാപ്പിഡ് സ്പീച്ച് ആണ്. ഇതൊരു സൈക്കാട്രിക് കണ്ടീഷൻ ആണ്. റാപ്പിഡ് സ്പീച്ച് ഇൻ വിച്ച് ദ വേർഡ്സ് ആർ സ്റ്റങ് ടുഗദർ വിത്തൗട്ട് മീനിങ്. ഓക്കെ, സിംറ്റംസ് ആണ്. മെയിൻലി സ്കീസോഫ്രീനിയ പേഷ്യൻസിനൊക്കെയാണ് ഈ ഒരു സിംറ്റം കാണുന്നത്. വേർഡ് സാലഡ് ആണ്. ഓക്കെ, അതായത് വേർഡ്സ് എല്ലാം കൂടെ മിക്സ് ചെയ്ത്
മിക്സ് ചെയ്ത് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ, അതിന് വേർഡ് സാലഡ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി അതുപോലെ തന്നെ എക്കോലാലിയ. എക്കോലാലിയ എന്താണ്? നമുക്കെല്ലാം അറിയാം, അൺസോളിസിറ്റഡ് റെപ്പറ്റീഷൻ ഓഫ് സ്പോക്കൺ വേർഡ്സ് ഓഫ് അനദർ. അതായത് നമ്മളൊരു പേഴ്സൺ അങ്ങോട്ട് ആ പേഷ്യനോട് എന്തോ സംസാരിക്കുന്നത് ആ വേർഡ് തന്നെ റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഓക്കെ, ഏതാണോ അനദർ പേഴ്സൺ സംസാരിക്കുന്ന ആ വേർഡ് അതിനെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ എക്കോപ്രാക്സിയ ഉണ്ട്, അത് റിപ്പീറ്റഡ് ആക്ഷൻ ആണ്. അനദർ പേഴ്സൺ എന്താണ് കാണിക്കുന്ന ആക്ഷൻ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് എക്കോപ്രാക്സിയ. എക്കോലാലിയ എന്ന് പറയുന്നത് repetition of words. Okay, next one, neologism. What is neologism? Newly coined words or expression. Okay, newly coined, സ്വന്തമായിട്ട് ഓരോ വേർഡ്സ് കോയിൻ ചെയ്യും. ഫോർ എക്സാമ്പിൾ നമ്മുടെ ഇൻ ഹരിഹർ നഗർ വേർഡ്സിൽ ഫിലിമിൽ അതിനകത്ത് നമ്മുടെ ജഗദീഷ് പറയുന്നൊരു വേർഡാണ് വിജിലംബിച്ച കൊട്ടാരം. അതൊരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് നിയോലോജിസത്തിന്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഫ്ലൈറ്റ് ഓഫ് ഐഡിയാസ്. What is flight of ideas? A continuous flow of speech in which the person jumps rapidly from one topic to another. Okay, ഇതെന്ന് പറഞ്ഞാൽ വേർഡ് സാലഡും ഫ്ലൈറ്റ് ഓഫ് ഐഡിയാസ് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ വേർഡ് സാലഡ്സ് ഈ പറയുന്ന സെൻറ്റൻസുമായിട്ട് യാതൊരു ബന്ധം ഉണ്ടാവില്ല. ബട്ട് ഫ്ലൈറ്റ് ഓഫ് ഐഡിയാസ് എന്ന് വെച്ചാൽ കണ്ടിന്യൂസ് ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കും. ബട്ട് ഇപ്പോൾ ഈ ഫസ്റ്റ് പറയുന്ന സെൻറ്റൻസിൻ്റെ ഏതെങ്കിലും ഒരു വേർഡായിരിക്കും അടുത്ത സെൻറ്റൻസ് വരുന്നത്, റിലേറ്റ് ചെയ്തായിരിക്കും അടുത്ത സെൻറ്റൻസ് വരുന്നത്. അങ്ങനെ കണ്ടിന്യൂഷൻ ഉണ്ടാവും. കണ്ടിന്യൂഷൻസ് മീൻസ് ഒരു ഐഡിയ മീനിങ്സും ഒന്നും ഉണ്ടാവില്ല. ബട്ട് നമ്മൾ ഈ സംസാരിക്കുന്ന ഓരോ വേർഡ്സും അതിൻ്റെ ഓരോ സെൻറ്റൻസും അതിൻ്റെ ഒരു വേർഡിൽ നിന്നായിരിക്കും അടുത്ത സെൻറ്റൻസ് വരുന്നത്. അങ്ങനെ ഒരു കണക്ഷൻ ഉണ്ടായിരിക്കും. അതിനെയാണ് ഫ്ലൈറ്റ് ഓഫ് ഐഡിയാസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, ക്ലബ് ഫുട്ട് വിത്ത് ഇന്നർ എഡ്ജ് ഓൺലി ഇൻ കോണ്ടാക്ട് വിത്ത് ദ ഗ്രൗണ്ട് ആൻഡ് ഫുഡ് ടേൺഡ് ഔട്ട്വേർഡ്സ്. ഓക്കെ, ഫുഡ് ടേൺഡ് ഔട്ട്വേർഡ്സ്. ഞാൻ പിക്ചർ കാണിച്ചാൽ മനസ്സിലാവും. ക്ലബ് ഫുട്ട് ഇന്നർ എഡ്ജ് ഓൺലി കോണ്ടാക്ട് വിത്ത് ഗ്രൗണ്ട്. ഇന്നർ എഡ്ജിന് മാത്രം, ഇത് കാലാണെങ്കിൽ അതിൻ്റെ ഇന്നർ എഡ്ജ് മാത്രം ഗ്രൗണ്ട് ഇരുന്നിട്ട് ബാക്കിയുള്ള ഭാഗങ്ങൾ ഇങ്ങനെ ചരിഞ്ഞിരിക്കുന്ന ഒരവസ്ഥ. അത് ഞാൻ പിക്ചർ കാണിച്ചിട്ട് മനസ്സിലാവും. അതിനാണ് ടാലിപ്പസ് ഹാലക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ടാലിപ്പസ് ഹാലക്സ്. നെക്സ്റ്റ് വൺ, അബ്നോർമൽ പെയിൻലെസ് വജൈനൽ ബ്ലീഡിംഗ് ഈസ് സീൻ ഇൻ. അബ്നോർമൽ പെയിൻലെസ് വജൈനൽ ബ്ലീഡിംഗ്. പെയിൻലെസ് വജൈനൽ ബ്ലീഡിംഗ് ആണ്, അത് സീൻ ഇൻ പ്ലാസന്റ പ്രീവിയ ആണ്. ഓക്കെ, പെയിൻലെസ് വജൈനൽ ബ്ലീഡിംഗ് ഈസ് സീൻ ഇൻ പ്ലാസന്റ പ്രീവിയ. അബ്രഷ്യ പ്ലാസന്റ ആകുമ്പോൾ പെയിൻഫുൾ വജൈനൽ ബ്ലീഡിംഗ് ആയിരിക്കും. പ്ലാസന്റ പ്രീവിയ എന്താണ്? നോർമലി പ്ലാസന്റ അപ്പർ സെഗ്മെന്റിലാണ്, യൂട്രസിന്റെ അപ്പർ സെഗ്മെന്റിലാണ് കണക്ട് ചെയ്യുന്നത്. പ്ലാസന്റ പ്രീവിയയിൽ ലോവർ സെഗ്മെന്റിൽ കണക്ട് ചെയ്യുന്നത്. ഇതിനെയാണ് പ്ലാസന്റ പ്രീവിയ എന്ന് പറയുന്നത്. അബ്രഷ്യ പ്ലാസന്റ ഏതാണ്? എയർലി ഡിറ്റാച്ച്മെന്റ് അല്ലെങ്കിൽ എയർലി സെപ്പറേഷൻ ഓഫ് പ്ലാസന്റ ഈസ് കാൾഡ് അബ്രഷ്യ പ്ലാസന്റ. ഓക്കെ, നെക്സ്റ്റ് വൺ, മോസ്റ്റ് കോമൺ കോസ് ഓഫ് പൾമനറി എംബോളിസം. പൾമനറി എംബോളിസത്തിന്റെ മോസ്റ്റ് കോമൺ കോസ് DVT, ഡീപ് വൈൻ ത്രോംബോസിസ്. ഓക്കെ, ഡീപ് വൈൻ ത്രോംബോസിസ്, DVT. ഫാറ്റ് എംബോളിസം, നമ്മുടെ ഫ്രാക്ചർ സർജറി കഴിഞ്ഞിരുന്ന പേഷ്യൻ്റ് എപ്പോഴും റിസ്ക് ഉള്ളത് ഫാറ്റ് എംബോളിസം വന്നിട്ട് പൾമനറി എംബോളിസം ഉണ്ടാവാനുള്ള സാധ്യതയാണ് ഉള്ളത്. ഓക്കെ, അതാണ് മേജർ കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ ആണ് കേട്ടോ അത്. നെക്സ്റ്റ് വൺ, ആബ്സെൻസ് ഓർ ഡിഫക്റ്റീവ് ഡെവലപ്മെന്റ് ഓഫ് ജോ. ആബ്സെൻസ് അല്ലെങ്കിൽ ഡിഫക്റ്റീവ് ഡെവലപ്മെന്റ് ഓഫ് ജോ ഈസ് കാൾഡ് എഗനേത്തിയ. ഓക്കെ, എഗനേത്തിയ. നെക്സ്റ്റ് വൺ, എഗ്ലോസിയ എന്താണ്? ഗ്ലോസ് എന്ന് പറയുമ്പോൾ ടങ് ആണ്. പാർഷ്യൽ ഓർ കംപ്ലീറ്റ് ആബ്സെൻസ് ഓഫ് ടങ് ഈസ് കാൾഡ് എഗ്ലോസിയ. പാർഷ്യൽ ഓർ കംപ്ലീറ്റ് ആബ്സെൻസ് ഓഫ് ടങ്. നെക്സ്റ്റ് വൺ, കോസേറ്റീവ് ഓർഗാനിസം ഓഫ് എയ്ഡ്സ് ഈസ് ഡിസ്കവേർഡ് ഇൻ ദി ഇയർ. എയ്ഡ്സിന്റെ കോസേറ്റീവ് ഓർഗാനിസത്തിന് ഡിസ്കവേർഡ് ഏതാണ്? HIV. ഓക്കെ, HIV discovered in the year 1982. Okay, causative organism of AIDS is discovered in the year 1982. ഇതാണ് ടാലിപ്പസ് വാരസ്. ഓക്കെ, ടാലിപ്പസ് വാരസ്. ഇതാണ് നമ്മുടെ ടാലിപ്പസ് വാൽഗസ് അല്ലെങ്കിൽ ടാലിപ്പസ് ഹാലക്സ് എന്ന് പറയുന്നത്. വാൽഗസ് കണ്ട ഇന്നർ മാത്രം ഗ്രൗണ്ടിൽ ടച്ച് ചെയ്തതിന് ശേഷം ഔട്ട്വേർഡ് ബെൻഡ് ചെയ്തിരിക്കുന്നത്. ഇത് ടാലിപ്പസ് ഇക്വനസ് ആണ്. ഇത് ഫുട്ട് മാത്രം, ഫിംഗേഴ്സ് മാത്രം ടച്ച് ചെയ്യുന്നത്. ടാലിപ്പസ് കാൽക്കേനിയസ് എന്താണ്? ഹീല് മാത്രം ടച്ച് ചെയ്യുന്നത്. ഓക്കെ, പിക്ചർ ഓർത്ത് വയ്ക്കുക. അത് ഓരോന്നും ക്വസ്റ്റ്യൻസ് ആയിട്ട് വയ്ക്കും. ടാലിപ്പസ് വാരസ് എന്ന് പറയുമ്പോൾ ഔട്ടർ എഡ്ജ് മാത്രം ടച്ച് ചെയ്യും. ലെഗ് ഇൻവേർഡ് ബെൻഡ് ചെയ്തിരിക്കും. ഔട്ട്വേർഡ് ബെൻഡ് ചെയ്തിരിക്കുന്നത് വാൽഗസ് ആണ്. ഓക്കെ, ടാലിപ്പസ് ഇക്വനസ് ഫിംഗേഴ്സ് മാത്രം. ടാലിപ്പസ് കാൽക്കേനിയസ് ഹീല്. നെക്സ്റ്റ് വൺ, സെൽ ഓർഗനൽ വിച്ച് ഈസ് ഫസ്റ്റ് ഡാമേജ്ഡ് ഇൻ ഹൈപ്പോക്സിയ. ഹൈപ്പോക്സിയയിൽ ഡാമേജ്ഡ് ആവുന്ന ഫസ്റ്റ് സെൽ ഓർഗനൽ ഏതാണ്? മൈറ്റോകോൺട്രിയ. ഓക്കെ, മൈറ്റോകോൺട്രിയ. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് പവർ ഹൗസ് ഓഫ് സെൽസ്. ഓക്കെ, പവർ ഹൗസ് ഓഫ് സെൽ എന്നറിയപ്പെടുന്ന മൈറ്റോകോൺട്രിയാണ്. ഇതെല്ലാം ക്വസ്റ്റ്യൻ ആണ്. ATP ജനറേഷൻ ആണ് അതിൻ്റെ ഫംഗ്ഷൻ. ഓക്കെ, പവർ ഹൗസ് ഓഫ് സെൽ ATP ജനറേറ്റ് ചെയ്ത് പവർ സപ്ലൈ ചെയ്യുന്നതാണ് മൈറ്റോകോൺട്രിയയുടെ ഫംഗ്ഷൻ. ഓക്കെ, നെക്സ്റ്റ് വൺ,
ഹൈപ്പോക്സി ഉണ്ടാകുന്ന സമയത്ത് ഫസ്റ്റ് ഡാമേജ് ആവുന്നത് മൈറ്റോകോൺട്രിയാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ ദ മോസ്റ്റ് റിലയബിൾ ഇൻഡിക്കേറ്റർ ഓഫ് ന്യൂറോളജിക്കൽ ഫംഗ്ഷൻ ഇൻ എ പേഷ്യൻ്റ്, അതായത് ന്യൂറോളജിക്കൽ ഫംഗ്ഷൻ അസസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും റിലയബിൾ ആയിട്ടുള്ള ഇൻഡിക്കേറ്റർ LOC, അതായത് ലെവൽ ഓഫ് കോൺഷ്യസ്നെസ് അസസ് ചെയ്യലാണ്. ഈ ലെവൽ ഓഫ് കോൺഷ്യസ്നെസ് അസസ് ചെയ്യുന്ന മെത്തേഡാണ് ഗ്ലാസ്ഗോ കോമ സ്കെയിൽ അല്ലെങ്കിൽ GCS സ്കെയിൽ. ഓക്കെ, GCS സ്കെയിൽ അല്ലെങ്കിൽ ഗ്ലാസ്ഗോ കോമ സ്കെയിൽ. അതിൻ്റെ ക്വസ്റ്റ്യൻ വന്നിട്ടാണ് ഗ്ലാസ്ഗോ കോമ സ്കെയിൽ എന്തിനെ അസസ് ചെയ്യാന്ന് പറഞ്ഞാൽ ലെവൽ ഓഫ് കോൺഷ്യസ്നെസ് അസസ് ചെയ്യാനാണ്, അത് മറന്നു പോരുത്. ഓക്കെ, നെക്സ്റ്റ് വൺ ദി മോസ്റ്റ് കോമൺ തെറാപ്യൂട്ടിക് ഇൻ്റർവെൻഷൻ ഓഫ് മാനേജ്മെൻറ്റ് ഓഫ് ടോക്സിക് ഇഞ്ചക്ഷൻ. ടോക്സിക് ഇഞ്ചക്ഷൻ വരുന്ന സമയത്ത് മോസ്റ്റ് കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ആക്ടിവേറ്റഡ് ചാർക്കോൾ യൂസ് ചെയ്തിട്ടുള്ള മെത്തേഡാണ്, ആക്ടിവേറ്റഡ് ചാർക്കോൾ. ഓക്കെ, നെക്സ്റ്റ് വൺ substitution of valine for glutaaminic acid. Glutamic acid in the beta chain of hemoglobin. Valine substitute by glutaaminic acid. ആ ഒരു അബ്നോർമാലിറ്റി പറയുന്ന പേരാണ് സിക്കിൾ സെൽ അനീമിയ. ഓക്കെ, സിക്കിൾ സെൽ അനീമിയ, അതായത് നോർമലി വാലിൻ ഇരിക്കേണ്ട സ്ഥലത്ത് ഗ്ലൂട്ടാമിനിക് ആസിഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, അതിനെയാണ് സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ നോൺ ബിലിയസ് പ്രൊജക്ടൈൽ വോമിറ്റിംഗ്. നോൺ ബിലിയസ് പ്രൊജക്ടൈൽ വോമിറ്റിംഗ്. പ്രൊജക്ടൈൽ വോമിറ്റിംഗ് എന്ന് കേൾക്കുമ്പോഴേ പൈലോറിക് സ്റ്റീനോസിസ് ഓർത്തോളണം. പൈലോറിക് സ്റ്റീനോസിസ്, ഇതിനകത്ത് ഒലിവ് മാസും ഉണ്ട്. ഓക്കെ, ഒലിവ് മാസും ഉണ്ട് ഈ പൈലോറിക് സ്റ്റീനോസിസിൽ വരുന്നതാണ് ഒലിവ് മാസ്. ഓക്കെ, നോൺ ബിലിയസ് ആയിരിക്കും പ്രൊജക്ടൈൽ വോമിറ്റിംഗ്, പൈലോറിക് സ്റ്റീനോസിസ് ആണ്. നെക്സ്റ്റ് വൺ ദി നാഷണൽ ഫാമിലി പ്ലാനിംഗ് പ്രോഗ്രാം ഈസ് ലോഞ്ച്ഡ് ഇൻ ദി ഇയർ 1952. ഓക്കെ, നാഷണൽ ഫാമിലി പ്ലാനിംഗ് പ്രോഗ്രാം ലോഞ്ച്ഡ് ഇൻ ദി ഇയർ 1952. നെക്സ്റ്റ് വൺ ഫോട്ടോതെറാപ്പി റെഡ്യൂസസ് സിറം ബിലിറൂബിൻ ത്രൂ. ഫോട്ടോതെറാപ്പി നമുക്കറിയാലോ, നമ്മുടെ ജോണ്ടിസ് വരുന്ന കുഞ്ഞുങ്ങൾക്ക് ന്യൂബോൺസിന് നമ്മുടെ രണ്ട് സൈഡ് ഡബിൾ സർഫസ് സിംഗിൾ സർഫസ് ലൈറ്റിൽ വയ്ക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് ഫോട്ടോതെറാപ്പി എന്ന് പറയുന്നത്. അതിൽ സിറം ബിലിറൂബിനെ റെഡ്യൂസ് ചെയ്യുന്നത് അതിൻ്റെ പ്രിൻസിപ്പിൾ ഏതാണ്? ഫോട്ടോ ഐസോമറൈസേഷൻ. ഓക്കെ, ഫോട്ടോ ഐസോമറൈസേഷൻ ആണ്, മറന്നു വരുന്നത്. ഫോട്ടോ ഐസോമറൈസേഷൻ പ്രോസസ്സിലൂടെയാണ് ഫോട്ടോതെറാപ്പി സിറം ബിലിറൂബിൻ റെഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഹെൽത്ത് സർവേ ആൻഡ് ഡെവലപ്മെന്റൽ കമ്മിറ്റി ഇസ് ബൈ ബോർ കമ്മിറ്റിയാണ് ഹെൽത്ത് സർവേ ആൻഡ് ഡെവലപ്മെന്റൽ കമ്മിറ്റി. ഇൻ ദി ഇയർ 1943 ആണ് ബോർ കമ്മിറ്റി. ഓക്കെ, ഹെൽത്ത് സർവേ ഡെവലപ്മെന്റൽ കമ്മിറ്റി. കുറേ കമ്മിറ്റീസ് ഉണ്ട്, അതിന് ഒരു ദിവസം ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ബോർ കമ്മിറ്റി, മുതലിയാർ കമ്മിറ്റി, ശ്രീവാസ്തവ, കർത്താർ സിംഗ്, അങ്ങനെ ഒരുപാട് കമ്മിറ്റീസ് ഉണ്ട്. അതിൻ്റെ ഇയർ ഒക്കെ പ്രാധാന്യമുള്ളതാണ്, അതെന്തായാലും പഠിച്ചിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് വൺ ദി ഗ്രാജുവൽ ഡിക്രീസ് ഓഫ് ബോഡി ടെമ്പറേച്ചർ ആഫ്റ്റർ ഡെത്ത്. ഗ്രാജുവൽ ഡിക്രീസ് ഓഫ് ബോഡി ടെമ്പറേച്ചർ ആഫ്റ്റർ ഡെത്ത് ഈസ് കാൾഡ് ആൾഗർ മോർട്ടിസ്. മാറിപ്പോകരുത്, ആൾഗർ മോർട്ടിസ് ആണ് ടെമ്പറേച്ചർ റെഡ്യൂസ് ചെയ്യുന്നത്. ഇനി റൈഗർ മോർട്ടിസ് ഉണ്ട്, അതെന്താണ്? സ്റ്റിഫ്നെസ് ആവുന്നതാണ്, ബോഡി സ്റ്റിഫ് ആവുന്ന ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് റിഗർ മോർട്ടിസ് എന്ന് പറയുന്നത്. ഓക്കെ, റിഗർ മോർട്ടിസ്. ടെമ്പറേച്ചർ റെഡ്യൂസ് ചെയ്യുന്നത് ആൾഗർ മോർട്ടിസ് ആണ്, മറന്നു പോകരുത്, മാറിപ്പോകരുത്. ടെമ്പറേച്ചർ റെഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സ് ആൾഗർ മോർട്ടിസും സ്റ്റിഫ്നെസ് ആവുന്ന പ്രോസസ്സ് റിഗർ മോർട്ടിസും ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ ബെൽസ് പാൾസി അഫക്റ്റ്. അതായത് ബെൽസ് പാൾസി എന്നൊരു ഡിസീസ് ഏത് ക്രേനിയൽ നെർവ്സിന്റെ ഡാമേജ് ആണ്? 7th ക്രേനിയൽ നെർവാണ് ബെൽസ് പാൾസി. ഓക്കെ, 7th ക്രേനിയൽ നെർവ്. ഇനി എർബ്സ് പാൾസി ഉണ്ട്. എർബ്സ് പാൾസി എന്താണ്? സെർവൈക്കൽ നെർവാണ്. ഓക്കെ, ക്രേനിയൽ നെർവ് അല്ല, C5 C6 സെർവൈക്കൽ നെർവാണ്. ഓക്കെ, സെർവൈക്കൽ നെർവിന് ഡാമേജ് ഉണ്ടാകുന്നതാണ് എർബ്സ് പാൾസി. ഓക്കെ, ഇനി ക്ലംകീസ് പാൾസി എന്താണ്? 7th 8th ക്രേനിയൽ നെർവ്. ക്രേനിയൽ അല്ല, സെർവൈക്കൽ നെർവ്. 7th 8th സെർവൈക്കൽ നെർവാണ് ക്ലംകീസ് പാൾസി. എർബ്സ് പാൾസി 5th 6th. അതുപോലെ തന്നെ ബെൽസ് പാൾസി 7th ക്രേനിയൽ നെർവാണ്. ഓക്കെ, ക്രേനിയൽ നെർവ് സ്പൈനൽ നെർവ് ഉണ്ട്, സ്പൈനൽ നെർവിൽ വരുന്നതാണ് സെർവൈക്കൽ നെർവ്, അതാണ് എർബ്സ് പാൾസിയും ക്ലംകീസ് പാൾസിയും. ഓക്കെ, സിക്കിൾ സെൽ അനീമിയ എല്ലാവർക്കും അറിയാവുന്നതാണ്, ജസ്റ്റ് ഒന്ന് പറയുന്നത്. നോർമൽ RBC ഈ ഒരു ഷേപ്പ് ആയിരിക്കും, സിക്കിൾ സെൽ ആകുമ്പോൾ ഈ സിക്കിൾ ഷേപ്പ് ആവും, അബ്നോർമാലിറ്റി ഉണ്ടാവും. അതൊരു കണ്ടീഷനാണ് സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്നത്. ഓക്കെ, അബ്നോർമൽ ഹീമോഗ്ലോബിൻ ഫോം സ്ട്രാൻഡ്സ് ദാറ്റ് കോസ് സിക്കിൾ ഷേപ്പ്. ഓക്കെ, ഇനി ഈ സിക്കിൾ സെൽ വന്ന പേഷ്യൻ്റ്, സിക്കിൾ സെൽ അനീമിയ എന്ന പേഷ്യൻ്റ് കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് ആണ് ഫസ്റ്റ് ലൈൻ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, എക്സേർഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് ആണ് ഫസ്റ്റ് ലൈൻ മാനേജ്മെന്റ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യുക. മനസ്സിലായെന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉള്ളവർ കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.